ഹലോ സുസാമൻ, ഇന്നൊരു ചെറിയ വ്ലോഗ് കണ്ടാലോ? ജോലി കഴിഞ്ഞ് ഇനി ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് കട്ടിൽ കിടന്ന എന്നെ ഇങ്ങനെ കിടന്നാൽ എങ്ങനാ? ഫ്രീ ആയിട്ട് ഐസ്ക്രീം വേണ്ടേ എന്ന് പറഞ്ഞ് ഒരു ആത്മാർത്ഥ സുഹൃത്ത് കുത്തിപ്പൊക്കിയതാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ. എങ്കിൽ പിന്നെ യൂറോയുടെ മൂല്യം നന്നായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഫ്രീ ആയി കിട്ടിയതല്ലേ, കളയണ്ടാന്ന് കരുതി ഞാനും ഇറങ്ങി. ഈ ഇറങ്ങിയ സ്റ്റെപ്പ് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു കയറണല്ലോ എന്നോർത്ത് ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഞാൻ പോയത്. കത്തുണ്ടോ കത്തുണ്ടോ എന്ന് നോക്കുന്ന പരിപാടി ഇവിടെ പതിവാണേ. തൊട്ടടുത്തുള്ള ട്രാം സ്റ്റോപ്പിൽ എനിക്ക് പോകേണ്ട ട്രാം വരാൻ 2 മിനിറ്റ് ഉണ്ടായോണ്ട് ഇടത്തോട്ടും വലത്തോട്ടും കുറച്ചു നേരം വായി നോക്കി നിന്നു. പിന്നെ ഇനിയിപ്പം നിന്നിട്ടെന്തിനാ, ഇരുന്നിട്ടും ആവാലോ എന്ന് കരുതി കാലിയായ ബെഞ്ചിലേക്ക്. പക്ഷെ ഇരുന്നപ്പോഴാണ് ജർമ്മനിയിൽ ഇത് പീക്ക് സമ്മർ ടൈം ആണെന്ന് സത്യം ഞാൻ ഓർത്തത്. ഭാഗ്യത്തിന് ട്രാം വന്നു. പിന്നെ ചാടിത്തുള്ളി യൂണിവേഴ്സിറ്റി പോയി. കൂടുതൽ ദൂരം വേണോ അതോ കൂടുതൽ വെയിൽ വേണോ എന്ന ഓപ്ഷനിൽ ആദ്യത്തേത് ഒരു മടിയും കൂടാതെ എടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഫ്രണ്ടിലെ ലോങ് വെയിലൂടെ അങ്ങ് വെച്ചു പിടിച്ചു. ആഹാ, എന്താ അതിമനോഹരമായ കാലാവസ്ഥ! ദേ, അങ്ങ് ദൂരത്താ കാണുന്ന അവളാണ് ഞാൻ പറഞ്ഞ ലെവൽ. ആ പുഞ്ചിരി കണ്ടില്ലേ? കണ്ടപാടെ അവൾ പുതിയ കണ്ണടയും ക്യാപ്പും വെച്ച് ഒരു ഷോ ഇറക്കി. ഞാനും വിട്ടുകൊടുത്തില്ല. കണ്ടിട്ട് 10-20 വർഷം ആയോണ്ട് റോഡിൽ നിന്ന് ഞങ്ങൾ കുറിച്ച് കുശലം പറഞ്ഞു. പിന്നെ ഒട്ടും സമയം കളയാതെ യൂണിവേഴ്സിറ്റി മെയിൻ ബിൽഡിങ്ങിലേക്ക് വെച്ചു പിടിച്ചു. അത് ഓട്ടോമാറ്റിക് ഡോർ ആയോണ്ട് കൈക്ക് പണി വന്നില്ല. വിശാലമായി പരന്നു കിടന്ന യൂണിവേഴ്സിറ്റിയിൽ ഏത് ഭാഗത്താണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് അറിയാത്തോണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി. കാലിയായ സ്റ്റേജും ആൾക്കാരില്ലാത്ത വഴിയും കണ്ടപ്പം ഈശ്വര, ഇനി ദിവസം പോയോന്ന് പോലും ചിന്തിച്ചുപോയി. ഉടമസ്ഥനില്ലാതെ കുപ്പികൾ കണ്ടപ്പം ഇനി ഇതാണോ ഫ്രീ ഐറ്റം എന്ന് കരുതി അവിടെ കുറച്ച് ചുറ്റിപ്പറ്റി. അവസാനം വിദൂരതയിൽ ഒരാൾക്കൂട്ടം കണ്ടപ്പോൾ സമാധാനായി. പക്ഷേ ദേ, ആ റോഡ് ബ്ലോക്ക്. ചാടിക്കയറാമെന്ന സജഷൻ അടുത്തുനിന്ന് വന്നപ്പോഴും ട്രസ് പാസിംഗ് ഈസ് വെരി ബാഡ് എന്ന് പറഞ്ഞ് ഞാൻ നേർവഴി കാണിച്ചു. എന്നാൽ നീ ധൈര്യമായി നടന്നോ, ഞാൻ ബാക്കിലുണ്ടെന്ന് പറഞ്ഞ് അവൾ ക്യാമറ പിടിച്ച് കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പിന്നെയും ഒരു 1/2 കിലോമീറ്റർ നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്, DJ. പിന്നെ അവസാനം ഫ്രീ ഐറ്റം കിട്ടി, വാട്ടർ. വാ. പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഒന്നും നോക്കിയില്ല. കയ്യിലിരുന്ന യൂറോ മുടക്കി അടുത്തുനിന്ന് ഫുഡ് ട്രക്കിൽ നിന്ന് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. പുള്ളിക്കാരൻ എന്തെല്ലോ വാരിക്കോരിയിട്ടപ്പോൾ ആ വൈറ്റ് സോസ് മയണൈസ് ആയിരിക്കുമെന്ന് കരുതി ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിച്ചു. സാധനം കൈ കിട്ടിയപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് തിന്നാ മതിയല്ലോ എന്ന കാര്യത്തിൽ വളരെ ധൃതിയായി. പക്ഷെ സത്യം പറയട്ടെ, ആർക്കും വേണ്ടാത്ത ഫുഡ് പ്രിഫറൻസും ടേസ്റ്റ് ബഡ്സുമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. തൊട്ടു മുന്നിലിരുന്നവൾ അടക്കം ആസ്വദിച്ച് നിന്നപ്പോഴും ഞാൻ എപ്പോഴത്തെയും പോലെ സുല്ലിട്ടു. ചുറ്റും നോക്കിയപ്പം ആളുകൾ ഒട്ടും ഉണ്ടായില്ല. പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഇതാ ഫ്രീ ആയ ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് നമ്മുടെ അടുത്ത സുഹൃത്തിന്റെ വരവ്. ഇവൻ കുത്തിപ്പൊക്കി വിന്നുവിലേക്ക് പിന്നെയും പോയി. നാടും നാട്ടിലെ വൈബ് പരിപാടികളും പിന്നെയും ഓർമ്മ വന്നു. നാട്ടിലെ പരിപാടി കാണാനാണെങ്കിൽ നാട്ടിൽ നിന്നാ പോരെ അല്ലേ? അപ്പൊ ചൂസ്.